ആറ്റിങ്ങൽ കലാപം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കച്ചവടക്കാർ ആറ്റിങ്ങൽ റാണിക്കുള്ള സമ്മാനങ്ങളുമായി പോകവേ 1721 ഏപ്രിൽ 15 നാട്ടുകാർ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഈ കലാപത്തിൽ 140 ഇംഗ്ലീഷ് കച്ചവടക്കാരും അവരുടെ നേതാവ് ഗിഫോർഡും കൊല്ലപ്പെട്ടു. അതിനുശേഷം ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട വളയുകയും 6 മാസത്തോളം കോട്ട ഉപരോധിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. പിന്നീട് തലശ്ശേരിയിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് പട്ടാളമാണ് കോട്ട മോചിപ്പിച്ചത്. കലാപത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ രാജ്ഞി ഉമയമ്മ റാണിയും തമ്മിൽ 1722 ഒരു കരാറുണ്ടാക്കി. ഈ കരാറു പ്രകാരം ആറ്റിങ്ങൽ കലാപത്തിലെ നേതാക്കന്മാരെ ശിക്ഷിക്കാമെന്നും ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തകയും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപാരശാലകൾ സ്ഥാപിക്കാനുള്ള അവകാശവും ഈ കരാറിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണ്.